ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ എൻ്റെ വോയിസ് കേട്ടിട്ട് ഓരോ കൂട്ടുകാർ, അതായത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ വന്നിട്ട് പറയും വോയിസ് കേൾക്കാൻ നല്ല എൻ്റെ രസമുണ്ടെന്ന്. പൊന്നു മക്കളെ, എൻ്റെ വോയിസ് കേൾക്കാൻ ഒരു രസമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടാട്ടെ. അതുകൊണ്ടൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു ഇപ്പൊ കുറെ പേരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് അവർക്കൊക്കെ അവരുടെ സ്വന്തം വോയിസ് കേൾക്കുമ്പോൾ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ പോലെ തോന്നുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മുടെ സ്വന്തം വോയിസ് നമുക്ക് ഇഷ്ടപ്പെടില്ല, നമുക്ക് മറ്റുള്ളവരുടെ വോയിസ് ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെടുള്ളൂ. അതൊരു സത്യ കാര്യമില്ല. പണ്ടൊക്കെ ഉണ്ടല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് എൻ്റെ ഈ വോയിസ് കാരണമാണ് കേട്ടോ. ഈ പാറപ്പുറത്തിട്ട് അടിക്കുന്ന ശബ്ദം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വോയിസ് ആയിരുന്നു കേട്ടോ എൻ്റെ. അന്ന് പണ്ട് അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാറി ഇരുന്ന് കരയായിരുന്നു കേട്ടോ. അത്രയ്ക്കും ക്ലാരിറ്റി ഇല്ലാത്ത വോയിസ് ആയിരുന്നു കേട്ടോ എൻ്റെ. പിന്നീട് വർഷങ്ങൾക്ക് ഇപ്പൊ ഈ ചാനലൊക്കെ തുടങ്ങിയപ്പോ ഉണ്ടല്ലോ, ഓരോരുത്തർ ഈ കമന്റ് ബോക്സിൽ വന്നിട്ട് പറയും വോയിസ് നല്ല രസമുണ്ടെന്നൊക്കെ പറയുമ്പോ ഉണ്ടല്ലോ, ഞാൻ ആകെ ചമ്മി നാറിയ പോലെ അവസ്ഥ. സത്യം പറഞ്ഞാൽ അങ്ങനെ കേൾക്കുമ്പോ ഉണ്ടല്ലോ, എന്നെ എല്ലാവരും കൂടി കളിയാക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ എന്നെ കളിയാക്കിയാലും ഞാനത് വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കാറില്ല. അത് ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്താണെന്ന് അറിയാമോ? ഇപ്പോഴും ചിലര്, അതായത് കൂടെ നടക്കുന്നവരൊക്കെ പറയാറുണ്ട് നിന്റെ വോയിസ് കേൾക്കാനൊന്നും വലിയ രസമൊന്നും. ആ പണ്ട് പറഞ്ഞ അതേ സെയിം മാറ്റർ, അതായത് ഈ പാറപ്പുറത്തടിക്കുന്ന ശബ്ദം ഉണ്ടല്ലോ, ആ സെയിം ശബ്ദം എന്നാട്ടോ ഇപ്പോഴും പറയുന്നത്. ബൈ ദ ബൈ, അതൊക്കെ പോട്ടെ, അതൊന്നും ഇവിടെ മാറ്റർ അല്ല. ഇന്ന് കുറച്ച് പരിപ്പും വാഴക്കുടപ്പിനും കേട്ടിട്ട് ഒരു തോരൻ വെക്കാനുണ്ട്. അപ്പൊ ഇതിന്റെ റെസിപ്പി ഒക്കെ എന്തിനാ വെറുതെ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ബൈ.